എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോഴ്സിന്റെ പരീക്ഷ ഇങ്ങ് അടുത്തു കഴിഞ്ഞു. നമുക്കിനി നോക്കേണ്ടത് ഫോഴ്സ് പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾ, മുൻപ് നടന്നിട്ടുള്ള പരീക്ഷയിലെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ പോകുന്ന പരീക്ഷയിലെ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യവും ഉത്തരവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബാക്കിയുള്ള 3 ഓപ്ഷനുകളും. അതും കൂടി വിശകലനം ചെയ്തുകൊണ്ടുള്ള സെഷനായിരിക്കും. ആ ഒരു പ്രാധാന്യത്തോടു കൂടി വേണം നിങ്ങൾ ഈ സെഷനെ പരിഗണിക്കാൻ. കാര്യത്തിലേക്ക് കടക്കാം. മാതൃകാ ചോദ്യ പേപ്പർ ഫോഴ്സ് പരീക്ഷയിലെ മലയാളത്തിലേക്ക്. ഫോഴ്സ് പരീക്ഷയിലെ മലയാളം നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ സെഷൻ കാണുന്ന സമയത്ത് കയ്യിലൊരു പേപ്പറും പേനയും ഉണ്ടായാൽ നല്ലതായിരിക്കും. 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ചർച്ച ചെയ്യുന്നത്. 1 മുതൽ 10 വരെ ചോദ്യം നമ്പർ ഇടുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വായിക്കുന്ന സമയത്ത് എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഞാൻ ഉത്തരം പറയുന്നത്. 10 ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ 10ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് സ്വയം തിരിച്ചറിയാൻ അത് സഹായകമാകും. മാത്രമല്ല, മലയാള പഠനത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം വിലയിരുത്താനും അത് സഹായകമാകും. പരീക്ഷയിൽ അത് വളരെ നിർണായകമാവുകയും ചെയ്യും. കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കനകം, കാഞ്ചനം, ഹേമം, ബന്ധുരം. ഇതിൽ ഏതോ ഒരു വാക്കിന് മാത്രം അർത്ഥം വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള 3 വാക്കുകൾക്കും ഒരേ അർത്ഥമാണ്. ആ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന വാക്ക് ഏത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ശരിയായ ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബന്ധുരം എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. കനകം, കാഞ്ചനം, ഹേമം ഈ 3 വാക്കുകളും സ്വർണത്തിന്റെ പര്യായമാണ്. ബന്ധുരം എന്നുള്ളത് സ്വർണത്തിന്റെ പര്യായമല്ല, അത് മനോഹരത്തിന്റെ പര്യായമാണ്. മനോഹരം അഥവാ സുന്ദരം എന്നർത്ഥം വരുന്ന വാക്കാണ് ബന്ധുരം. രമ്യം, കമ്രം, രുചിരം, ബന്ധുരം ഇതൊക്കെ എന്തിന്റെ പര്യായ പദങ്ങളാണ്? സുന്ദരത്തിന്റെ പര്യായ പദങ്ങളാണ്. കമ്രം എന്ന വാക്ക് ഇതിനു മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പരിഗണിക്കണം. ഇനി സ്വർണത്തിന്റെ പര്യായമാണ് കനകം, കാഞ്ചനം, ഹേമം തുടങ്ങിയ വാക്കുകൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്വർണത്തിന്റെ മറ്റു പര്യായ പദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ശാഖകുംഭം, രജതം, രുക്മം, ജാതരൂപം, തൈജസം, തപനം, രസിതം ഇതൊക്കെ എന്താണ്? സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകാം അല്ലേ? രജതം എന്ന് പറഞ്ഞാൽ വെള്ളിയല്ലേ? രജത ജൂബിലി എന്ന് പറഞ്ഞാൽ സിൽവർ ജൂബിലി അല്ലേ എന്നൊക്കെ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. രജതം എന്ന വാക്ക് നമ്മൾ ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കുന്നത് സിൽവർ അഥവാ വെള്ളി എന്ന അർത്ഥത്തിലാണ്. പക്ഷേ രജതം എന്ന വാക്കിന് സ്വർണം എന്ന അർത്ഥം കൂടിയുണ്ട് എന്നോർക്കുക കേട്ടോ. അപ്പൊ സ്വർണത്തിന്റെ പര്യായ പദങ്ങൾ ഒരിക്കൽ കൂടി: കനകം, കാഞ്ചനം, ഹേമം, ശാഖകുംഭം, രജതം, രുക്മം, ജാതരൂപം, തൈജസം, തപനം, രസിതം ഇതൊക്കെ എന്താണ്? സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ്. ഇവിടെ രുക്മം എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പലതവണ പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് രുക്മിണി എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. പലരും എഴുതി കാണാറുള്ളത് ഗ എഴുതിയ ശേഷം ഇങ്ങനെയാണ് എഴുതി കാണാറുള്ളത്. ഇത് തെറ്റാണ് കേട്ടോ. രുക്മിണി എന്ന് എഴുതേണ്ടത് ഇങ്ങനെയല്ല. സ്വർണവർണ്ണത്തോട് കൂടിയവൾ എന്ന അർത്ഥത്തിൽ രുക്മിണി എന്ന വാക്ക് എഴുതേണ്ടത് ഇപ്രകാരമാണ്. രണ്ടാമത്തെ അക്ഷരം ഗായല്ല, കായാണ് എന്ന് തിരിച്ചറിയുക. വളരെ വളരെ പ്രധാനപ്പെട്ടത്, പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. കിട്ടിയല്ലോ. ഇവിടെ കനകത്തെക്കുറിച്ചും കാഞ്ചനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യം മാറുന്നു. ചോദ്യം സാഹിത്യത്തിലേക്ക് കടക്കുന്നു. കനകം, കസ്തൂരി, കാഞ്ചന എന്നിവർ കഥാപാത്രമാകുന്ന മലയാള നോവൽ ഏതാണ്? ഉത്തരം നാർമടിപ്പുടവയാണ്. സാറാ ജോസഫിന്റെ നാർമടിപ്പുടവ എന്ന നോവലിൽ കനകം, കസ്തൂരി, കാഞ്ചന എന്നിവരാണ് കഥാപാത്രങ്ങളാകുന്നത്. പാലക്കാടൻ നമ്പൂതിരി ഗൃഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ വികസിക്കുന്നത്. അഗ്രഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവൽ കൂടിയാണ്. സാറാ തോമസിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ കൂടിയാണ് നാർമണിപ്പുടവ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ബന്ധുരം എന്ന വാക്കായിരുന്നു ഉത്തരമായിട്ട് വന്നത് അല്ലേ? ബന്ധുരം എന്ന വാക്കിന് മനോഹരം എന്നാണ് അർത്ഥം.
ബന്ധുരം എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ മറ്റൊന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്താണത്? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ വരികൾ എഴുതിയത് ആരാണ് എന്ന്. ആരാണ് ഈ വരികൾ എഴുതിയത്? ചിലരെങ്കിലും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ കാവ്യശകലം. വള്ളത്തോൾ നാരായണ മേനോന്റെയാണ് ഈ വരികൾ. ഏതാണ് ആ വരികൾ? ദാ നോക്കാം. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നാണ് പാഠഭാഗത്തിന് അന്ന് പേര് കൊടുത്തിരുന്നത്. പക്ഷേ കവിതയുടെ പേര് കിളിക്കൊഞ്ചൽ എന്നാണ് കേട്ടോ. ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിളിക്കൊഞ്ചൽ എന്നാണ് കവിതയുടെ പേര്. എഴുതിയത് വള്ളത്തോളാണ്. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലിത, തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും, നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. തത്തയ്ക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി പറയുന്നതാണ്. പ്രീതിയിൽ ഈ വക സ്വാഗത കൊഞ്ചലോട് ആതിഥ്യം പെൺകിടാവ് ആരംഭിക്കേ, വീതിയുള്ള ആകാശം ചുറ്റുമാ ജീവികൾ ഭീതി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സ്വർണക്കൂട്ടിലാണ് നിങ്ങളെ തടവിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാലും തടവ് തന്നെയാണ്. ആഹാരത്തെ പോലെ, ഭക്ഷണത്തെ പോലെ, വെള്ളം പോലെ മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അത് ഏത് രീതിയിൽ ഹനിക്കപ്പെട്ടാലും താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ആ വലിയ പരമാർത്ഥം വള്ളത്തോൾ നാരായണ മേനോൻ ഒരു കിളിയെ കൊണ്ട് പാടിക്കുകയാണ് കിളിക്കൊഞ്ചൽ എന്ന കവിതയിൽ ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒരു വലിയ കൺഫ്യൂഷന് സാധ്യതയുണ്ട്. എന്താണ് ആ സാധ്യത? പാഠഭാഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നാണ്. എന്നിട്ട് അത് എഴുതിയ വ്യക്തിയുടെ പേര് കൊടുത്തിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നു, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികളുടെ കർത്താവാര് എന്ന് പരീക്ഷയിൽ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും ഈ ഓർമ്മയിൽ നമ്മൾ എന്തെഴുതി വയ്ക്കും? വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് എഴുതി വയ്ക്കും. മാർക്ക് കിട്ടുവോ? ഇല്ല. കാര്യം എന്താണ്? ഈ വരികളുടെ കർത്താവ് കുമാരനാശാനാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ്, അല്ലാതെ ഇത് വള്ളത്തോളിന്റെ വരികളല്ല. ഈ പാഠഭാഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത് വലിയ കൺഫ്യൂഷന് സാധ്യതയുണ്ടാക്കും. ഇതൊരിക്കൽ ഒരു LGS പരീക്ഷയിൽ ഇത് ചോദ്യമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മാറിപ്പോകരുതേ. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നെഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നെഴുതിയത് കുമാരനാശാനാണ്. ഇനി തെറ്റില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ടത്, പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ തുടർന്ന് കാണാവൂ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദമേത്? ഹരിശ്ചന്ദ്രൻ എന്നെങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത് എന്നതാണ് ചോദ്യം. എയും ബിയും സിയും ഡിയും നല്ലതുപോലെ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഓപ്ഷൻ രേഖപ്പെടുത്തുക. ശരിയായ ഉത്തരം ഞാൻ പറയാൻ പോവുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹരിശ്ചന്ദ്രൻ എന്ന് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നടുക്ക് ശ എന്ന ശബ്ദം ആഗമിക്കണം. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിസർഗസന്ധിയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് വിസർഗം? ദുഃഖം എന്നൊക്കെ എഴുതുമ്പോൾ നടുക്ക് കാണുന്ന ഈ രണ്ട് കുത്തുണ്ടല്ലേ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? വിസർഗ ചിഹ്നം എന്ന് വിളിക്കുന്നത്. ഹരിശ്ചന്ദ്രൻ എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? ഹരിഹി അധികം ചന്ദ്രൻ. ഇതാണ് ചേർത്ത് എഴുതുമ്പോൾ എന്താകുന്നത്? ഹരിശ്ചന്ദ്രൻ എന്ന് വരുന്നത്. ഹരിശ്ചന്ദ്രൻ എന്ന് വരുന്നത്. അപ്പോൾ ഒരു സംശയം, ഈ ശ എവിടെ നിന്ന് വന്നു? അതാണ് നമ്മുടെ സംശയം. ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. സന്ധി സംഭവിക്കുന്ന സമയത്ത് ആദ്യത്തെ വാക്ക് അവസാനിക്കുന്നത് വിസർഗ ചിഹ്നത്തിലാണെങ്കിൽ, രണ്ടാമത്തെ വാക്ക് ആരംഭിക്കുന്നത് ചായിലോ ആണെങ്കിൽ, ചേർത്തെഴുത്തിൽ വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് ആര് വരും? ശ എന്ന അക്ഷരം വരും. കേട്ടപ്പോ പേടിച്ചു പോയോ? പേടിക്കണ്ട, വളരെ സിമ്പിൾ ആണ് ഈ നിയമം. പിരിച്ചെഴുതുന്ന സമയത്ത് ഈ രണ്ട് കുത്ത് ആദ്യത്തെ വാക്കിന്റെ ഒടുവിൽ കണ്ടു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ വാക്ക് ആരംഭിക്കുന്നത് ചായിലോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചേർത്തെഴുതുമ്പോൾ വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് ആര് വരും?
ശ എന്ന അക്ഷരം വരും. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോ ഹരിഹി അധികം ചന്ദ്രൻ, ഇതാണ് ചേർത്തെഴുതുമ്പോ ഹരിശ്ചന്ദ്രൻ എന്ന് വരുന്നത്. കിട്ടിയല്ലോ. ഇത്തരത്തിൽ വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ മലയാളത്തിലുണ്ട്. നമുക്ക് അവയൊന്ന് പരിചയപ്പെടാം. പുനഃ അധികം ചിന്ത, പുനശ്ചിന്ത എന്ന് വരുന്നു. നോക്കിക്കേ, ആദ്യത്തെ വാക്ക് വിസർഗ ചിഹ്നത്തിൽ അവസാനിക്കുന്നു, രണ്ടാമത്തെ വാക്ക് ചായിൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് ചേർത്തെഴുതുമ്പോൾ എന്ത് സംഭവിച്ചു? വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് ശ എന്ന ശബ്ദം വന്നു. കിട്ടിയോ? അടുത്തത് നോക്കിക്കേ, അന്തഃ അധികം ഛിദ്രം, വളരെ വളരെ പ്രധാനപ്പെട്ട വാക്കാണ് കേട്ടോ. പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട്, പിരിച്ചെഴുത്തിൽ ചോദിച്ചിട്ടുണ്ട്, ചേർത്തെഴുത്തിൽ ചോദിച്ചിട്ടുണ്ട്. അന്തശ്ചിദ്രം അല്ലെ, വിസർഗ ചിഹ്നത്തിൽ അവസാനിച്ചിരിക്കുന്നു, രണ്ടാമത്തെ വാക്ക് ഛായിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചേർത്തെഴുതുമ്പോ വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് ആര് വരണം? ശ എന്ന ശബ്ദം വരണം. മറ്റൊന്ന് നോക്കാം, ശിരച്ഛേദം എന്ന പദം, ശിരഹ അധികം ഛേദം, ഇതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? ശിരച്ഛേദമാകുന്നത്. ഒരേ നിയമം തന്നെ. വിസർഗ ചിഹ്നത്തിലാണ് ആദ്യത്തെ വാക്ക് അവസാനിക്കുന്നത്, രണ്ടാമത്തെ വാക്ക് ഛായിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് ശ എന്ന അക്ഷരം ആഗമിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ പരീക്ഷയിൽ അല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യം എന്തായിരുന്നു? ഹരിശ്ചന്ദ്രനായിരുന്നു. പിരിച്ചെഴുതുമ്പോ ഹരിഹി അധികം ചന്ദ്രനാണ്. അതുകൊണ്ട് വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് ശ എന്ന അക്ഷരം വരണം. കിട്ടിയോ? ഈ 4 വാക്കുകളും പരീക്ഷയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പദശുദ്ധിയിലാകാം, പിരിച്ചെഴുത്തിലാകാം, ചേർത്തെഴുത്തിലാകാം. അങ്ങനെ പലയിടങ്ങളിൽ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ 4 വാക്കുകളും മനഃപ്പാഠമാക്കിയേ മതിയാകൂ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഗാഠം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? ഗാഠം എന്ന പദത്തിന്റെ വിപരീതം. ഓപ്ഷൻ എ ശിഥിലം, ഓപ്ഷൻ ബി അഗാഠം, ഓപ്ഷൻ സി അവഗാഠം, ഓപ്ഷൻ ഡി സാന്ദ്രം. ശിഥിലം എന്ന വാക്കിന്റെ ഗാഠം എന്ന വാക്കിന്റെ വിപരീതമാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ശിഥിലമാണ്. ഗാഠം എന്ന വാക്കിന്റെ വിപരീതം ശിഥിലമാണ്. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ ശിഥിലം എന്ന വാക്ക് മറ്റൊരു വാക്കിന്റെ കൂടി വിപരീതമാണ്. ഏത് വാക്കിന്റെയാണ്? നമുക്ക് നോക്കാം. ഗാഠം എന്ന വാക്കിന്റെയും ദൃഢം എന്ന വാക്കിന്റെയും വിപരീതമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കാം? ശിഥിലം എന്ന വാക്ക് ഉപയോഗിക്കാം. പ്രസ്താവനാ ചോദ്യങ്ങളിലൊക്കെ ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചുവടെ തന്നിട്ടുള്ളതിൽ ശിഥിലത്തിന്റെ വിപരീത പദമായി പരിഗണിക്കാവുന്ന പദങ്ങൾ ഏതെല്ലാം? അല്ലെ, പുതിയ ചോദ്യത്തിന്റെ രീതി തന്നെ മാറുകയാണ്. പ്രസ്താവനാ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ധാരാളമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 പദങ്ങളും എന്തിന്റെ വിപരീതമായിട്ട് വരാം? ശിഥിലത്തിന്റെ വിപരീതമായിട്ട് ദൃഢവും ഗാഠവും വരാവുന്നതാണ്. കിട്ടിയല്ലോ. അതുപോലെയാണ് സാന്ദ്രം എന്ന വാക്ക്. സാന്ദ്രത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡെൻസിറ്റി ആണ് അല്ലെ. സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അതിന്റെ വിപരീതമായിട്ട് ദ്രവം എന്ന വാക്കും ആർദ്രം എന്ന വാക്കും വരാം. സാന്ദ്രം എന്ന് പറഞ്ഞാൽ സാന്ദ്രതയുള്ളത്, ഡെൻസിറ്റി കൂടിയത് എന്നർത്ഥം. അതായത് ഇപ്പൊ തന്മാത്രകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ദ്രാവകത്തില്, ഖരത്തില്, വാതകത്തില്, ഇതിൽ 3ലും എങ്ങനെയാണ് തന്മാത്രകളെ അടുക്കി വച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഇൻ സോളിഡ് മാറ്റർ ദ മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ് എന്നാണ് പറയുന്നത് അല്ലേ. അവിടെ തന്മാത്രകളെയെല്ലാം വളരെ അടുത്തടുത്തടുത്തായിട്ടാണ് അടുക്കി വച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ദ്രാവകത്തിലേക്ക് കടക്കുമ്പോഴോ മോളിക്യൂൾസ് ആർ ലൂസ്ലി പാക്ഡ് അല്ലെ. തന്മാത്രകളെല്ലാം വളരെ അയഞ്ഞ രീതിയിലാണ് ദ്രാവകത്തിൽ കാണാനാവുക. അതുകൊണ്ടാണ് അവയ്ക്ക് നിശ്ചിതമായൊരു രൂപമില്ലാത്തത്. ഏതു പാത്രത്തിലേക്ക് പകരുന്നോ ആ പാത്രത്തിന്റെ രൂപത്തിലായിരിക്കും ദ്രാവകം കാണപ്പെടുക. അതിന്റെ കാരണം അതിന്റെ തന്മാത്രകളെല്ലാം അയഞ്ഞ രീതിയിലാണ് അടുക്കിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അപ്പൊ പറഞ്ഞു വന്നത്, സാന്ദ്രം ഡെൻസിറ്റി കൂടിയതാണെങ്കിൽ ദ്രവം എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞതാണ്. ആ അർത്ഥത്തിലാണ് സാന്ദ്രത്തിന്റെ വിപരീതമായിട്ട് ഏത് വാക്ക് വരുന്നത്? ദ്രവം എന്ന വാക്ക് വരുന്നത്. ഇനി
ആർദ്രം എന്ന വാക്കും ഇതുപോലെ തന്നെ. ആർദ്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നനഞ്ഞത് അല്ലെങ്കിൽ നനവുള്ളത് എന്നാണ്. ഇവിടെ വരുമ്പോഴോ സാന്ദ്രതയാണ്. അതുകൊണ്ട് ആർദ്രത്തിന്റെ വിപരീതമായിട്ടും സാന്ദ്രം എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. ആർദ്രം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ശുഷ്കം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താണ് അതിന് കാരണം? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ആർദ്രം എന്ന വാക്കിന് നനവുള്ളത് എന്നാണ് അർത്ഥമെങ്കിൽ ഉണങ്ങിയത് എന്ന അർത്ഥത്തിൽ ശുഷ്കം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. കിട്ടിയോ? അപ്പൊ ആർദ്രത്തിന്റെ വിപരീതമായിട്ട് സാന്ദ്രവും ശുഷ്കവും പ്രയോഗിക്കാവുന്നതാണ്. സാന്ദ്രത്തിന്റെ വിപരീതമായിട്ട് ദ്രവവും ആർദ്രവും പ്രയോഗിക്കാവുന്നതാണ്. കിട്ടിയോ? കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആയി എങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇനിയും ആവശ്യം വരും. പിന്നെ അടുത്തത് അഗാധം വിപരീതം ഗാധം. അഗാധം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴമുള്ളത് എന്നാണ്. ഡീപ്പ്, ഇംഗ്ലീഷിൽ ഡീപ്പ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് അഗാധം. അഗാധം അല്ലാത്തതാണ് എന്ത്? ഗാധം. അടുത്തത് ശാന്തം എന്ന വാക്കിന്റെ വിപരീതം ഒന്നും രണ്ടും അല്ല, 4 വിപരീത പദങ്ങളാണ് ശാന്തം എന്ന വാക്കിനുള്ളത്. ഏതൊക്കെയാ? അശാന്തം, വീരം, രൗദ്രം, ഉഗ്രം. ഇതെല്ലാം എന്താണ്? ശാന്തത്തിന്റെ വിപരീത പദങ്ങളാണ്. അശാന്തം, വീരം, രൗദ്രം, ഉഗ്രം. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളത് കൂടിയാണ് കേട്ടോ, വളരെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്തത് ദ്വേഷം എന്ന വാക്കിന്റെ വിപരീതം രാഗം. ഈ രാഗം എന്ന് പറഞ്ഞാൽ അല്ലേ, പലർക്കും കൺഫ്യൂഷൻ ആകും. രാഗം എങ്ങനെയാണ് ദ്വേഷത്തിന്റെ വിപരീതമാകുന്നത്? രാഗം സംഗീതവുമായി ബന്ധപ്പെട്ടതല്ലേ? ന്യായമായ സംശയമാണ്. സംഗീതവുമായി ബന്ധപ്പെട്ടൊരു രാഗമുണ്ട് എന്നുള്ളത് ശരി, പക്ഷെ മറ്റൊരു രാഗം കൂടിയുണ്ട്. ഏതാണ്? അനുരാഗം അല്ലേ? അനുരാഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്നാണ്. അതുകൊണ്ടാണ് രാഗത്തിന്റെ വിപരീതമായിട്ട് ഏത് വാക്ക് വരുന്നത്? ദ്വേഷം എന്ന വാക്ക് വരുന്നത്. വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, പരീക്ഷയ്ക്ക് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ളത് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? സ്വസാവ്, ഭ്രാതാവ്, ഹന്താവ്, സ്നുഷ. ഇതിലേതോ ഒരു വാക്ക് ജാമാതാവിൻ്റെ സ്ത്രീലിംഗ രൂപമാണ്. ജാമാതാവ് ആരാണ്? മരുമകനാണ്. അതായത് മകളുടെ ഭർത്താവ് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ജാമാതാവ്. അപ്പോ മകന്റെ ഭാര്യ അഥവാ മരുമകൾ എന്ന അർത്ഥം വരുന്ന വാക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലേതാണ്? ഉത്തരം കിട്ടിയോ? ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ജാമാതാവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം സ്നുഷയാണ്. സ്നുഷ. ജാമാതാവ് മരുമകനാണ്, സ്നുഷ മരുമകളാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വാക്കുകളുടെ എതിർലിംഗ പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഭ്രാതാവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? സ്വസാവ്. ഭ്രാതാവ് സ്ത്രീലിംഗം സ്വസാവ്. ഭ്രാതാവ് സഹോദരനാണ്, സ്വസാവ് സഹോദരിയാണ്. അടുത്തത് ജനകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ജനനി അല്ലെ? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ജാനകി അല്ലെ? ജനകന്റെ സ്ത്രീലിംഗ പദമായിട്ട് ജാനകി തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയാണോ ഇത്? അല്ല, ജനകന്റെ പുത്രിയാണ് ജാനകി. സീതാദേവിയുടെ പര്യായമാണല്ലേ ജാനകി എന്നുള്ളത്. സീതാദേവി ജനക മഹാരാജാവിന്റെ പുത്രിയാണ്. അതുകൊണ്ടാണ് സീതാദേവിയുടെ പര്യായമായിട്ട് ജാനകി എന്ന പദം ഉപയോഗിക്കുന്നത്. ജനകന്റെ പുത്രിയാണ് ജാനകി എന്നോർക്കുക, അല്ലാതെ ജനകന്റെ സ്ത്രീലിംഗമല്ല. ഇനി ജനകൻ എന്ന വാക്കിന്റെ അർത്ഥം നോക്കിയാൽ എന്താണ്? അച്ഛൻ എന്നാണ് അർത്ഥം. ജനനി എന്നുള്ളതോ അമ്മയുടെ പര്യായമാണ്. അതുപോലെ അച്ഛന്റെ പര്യായമായി ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് ജനയിതാവ്. ജനയിതാവ് അതിന്റെ സ്ത്രീലിംഗം എന്താണ്? ജനയിത്രി എന്നുള്ളതാണ്. കിട്ടിയല്ലോ. ജനകന്റെ സ്ത്രീലിംഗ രൂപം ജനനി, ജനയിതാവിന്റെ സ്ത്രീലിംഗ രൂപം ജനയിത്രി. അടുത്തത് ദൗഹിത്രൻ. ആരാണ് ദൗഹിത്രൻ? മകളുടെ മകൻ. മകളുടെ മകൻ, പേരക്കുട്ടിയായിട്ട് വരും, പക്ഷെ മകളുടെ മകനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവനെ എന്ത് വിളിക്കാം? ദൗഹിത്രൻ എന്ന് വിളിക്കാം. അപ്പോ മകളുടെ മകൾ ആരാണ്? ദൗഹിത്രിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മകന്റെ മകനെ എന്തു പറയാം? പൗത്രൻ എന്ന് പറയാം. അപ്പൊ മകന്റെ മകൾ ആരായിരിക്കും? പൗത്രിയായിരിക്കും. കിട്ടിയോ? വളരെ വളരെ പ്രധാനപ്പെട്ടത്, ഒരിക്കലെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചത് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ചോദ്യം ഇതാണ്:
ജഗന്നാഥൻ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എന്തായിരിക്കും ലഭിക്കുക? ജഗൻ അധികം നാഥൻ, ജഗത അധികം നാഥൻ, ജഗ അധികം നാഥൻ, ജഗന അധികം നാഥൻ. ഏതാണ് ശരിയായ ഉത്തരം? ജഗന്നാഥൻ എന്ന വാക്കാണ് പിരിച്ചെഴുതിയിരിക്കുന്നത്. നടുവിൽ ഇരട്ടിച്ച നഗാരം വന്നിട്ടുണ്ട്. എന്തു മനസ്സിലാക്കണം? കിട്ടിയോ ഉത്തരം? ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ജഗത അധികം നാഥനാണ് ജഗന്നാഥൻ എന്ന് വരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിയമം ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകൂ. ദാ നോക്കൂ, ഇവിടെ സന്ധി സംഭവിക്കുന്ന സമയത്ത് രണ്ട് വാക്കുകൾ ചേർത്തെഴുതുന്ന സമയത്ത് രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത് ഒരു അനുനാസിക വർണ്ണമാണ്. അനുനാസികം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുമ്പോൾ കാ മുതൽ മാ വരെയുള്ള 25 വർഗാക്ഷരങ്ങൾ എഴുതും അല്ലേ? ഈ പറയുന്ന 25 വർഗാക്ഷരങ്ങളുടെ വലത്തെ അറ്റത്ത് താഴത്തേക്ക് എഴുതുന്ന 5 അക്ഷരങ്ങളുണ്ടല്ലോ, അവയെയാണ് എന്തു പറയുന്നത്? അനുനാസികങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അനുനാസികങ്ങൾ? ഈ പറയുന്ന ങഞണനമകളിൽ ഏതെങ്കിലും ഒന്നാണ് സന്ധി സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നതെങ്കിൽ അത് ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള അക്ഷരത്തെ കൂടി എന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. താ എന്ന അക്ഷരത്തിന്റെ അനുനാസികം ഏതാ? താ ഥ ദ ധ ന. തായുടെ അനുനാസികം നായാണ്. അതുകൊണ്ടാണ് ചേർത്തെഴുതുമ്പോൾ എന്താകുന്നത്? ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ത നായാകുന്നത്. പിന്നെ അങ്ങനെ തന്നെ ചേർത്തെഴുതുന്നു. നായും കൂടി ചേർത്ത് ഇരട്ടിച്ച നഗാരം വരുന്നു. അങ്ങനെ ഏതു വാക്കുണ്ടാകുന്നു? ജഗന്നാഥൻ എന്ന വാക്ക് ഉണ്ടാകുന്നു. കാര്യം മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു നോക്കണേ. ഉത്തരപദത്തിന്റെ ആദിയിൽ അനുനാസിക വർണ്ണം വന്നാൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം അനുനാസികമായി മാറും. ഇതിനെയാണ് അനുനാസികാദിപ്രസരം എന്ന് പറയുന്നത്. ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള വർണ്ണത്തെ കൂടി രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അനുനാസികമായി വന്നാൽ ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള അക്ഷരത്തെ കൂടി അത് എന്താക്കി മാറ്റുന്നു? അനുനാസികമാക്കി മാറ്റുന്നു. കാര്യം മനസ്സിലായോ? ജഗത് എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ളത് ത എന്ന ഖരവർണ്ണമാണ് ആണല്ലോ. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ന എന്ന അനുനാസികമാണ്. നമ്മുടെ നിയമപ്രകാരം ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ഖരവർണ്ണത്തെ അത് എന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. തായുടെ അനുനാസികം ഏതാ? നായാണ്. അങ്ങനെയാണ് ജഗന് നാഥൻ എന്ന് വന്നത്. രണ്ട് നഗാരം അടുപ്പിച്ചു വന്നാൽ അത് എന്തായി മാറും? ഇരട്ടിച്ച നഗാരമായി മാറും. അങ്ങനെയാണ് ഏത് വാക്കുണ്ടാകുന്നത്? ജഗന്നാഥൻ എന്ന വാക്കുണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ വേറെയും ഉദാഹരണങ്ങളുണ്ടോ? എത്ര വേണമെങ്കിലും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. വാഗ് അധികം മയം ചേർത്തെഴുതുമ്പോൾ എന്തായി മാറുന്നു? വാങ്മയമായിട്ട് മാറുന്നു. നോക്കിക്കേ, ആദ്യത്തെ വാക്കിന്റെ ഒടുവിൽ ക എന്ന ഖരവർണ്ണമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മാ എന്ന അനുനാസികമാണ്. ചേർത്തെഴുത്തിൽ ഈ ക ആരായിട്ട് മാറി? ങായായിട്ട് മാറി. കാരണം എന്താ? നമുക്കറിയാം കായുടെ അനുനാസികം ഏതാ? ങായാണ് കായുടെ അനുനാസികം അല്ലേ? അപ്പൊ ചേർത്തെഴുത്തിൽ ക ആരായിട്ട് മാറണം? ങായായിട്ട് മാറണം. അങ്ങനെയാണ് വാഗ് അധികം മയം എന്തായി മാറുന്നത്? വാങ്മയമായിട്ട് മാറുന്നത്. മറ്റൊന്ന് നോക്കിക്കേ, ഷട് അധികം മുഖൻ അല്ലേ? ഷട് അധികം മുഖൻ ചേർത്തെഴുതിയപ്പോ ടായുടെ സ്ഥാനത്ത് ആര് വന്നു? നാ വന്നു. എന്താണ് അതിന് കാരണം? ടായുടെ അനുനാസികം ആരാണ്? നായാണ്. കണ്ടോ? അപ്പൊ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ഏതെങ്കിലും ഒരു അനുനാസിക വർണ്ണമാണ് വരുന്നതെങ്കിൽ ചേർത്തെഴുത്തിൽ ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം കൂടി എന്തായി മാറും? അനുനാസികമായിട്ട് മാറും. കാര്യം മനസ്സിലായോ? മറ്റൊരു ഉദാഹരണം ദാ ജഗന്നാഥൻ നമ്മളിവിടെ പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയം എന്ന വാക്ക് നോക്കിക്കേ. അപ്പ എന്നുള്ളത് എന്താണ്? വെള്ളത്തിന്റെ പര്യായമാണ് കേട്ടോ. അപ്പ്. അപ്പോൾ വെള്ളത്തിന്റെ മയം, വെള്ളത്തിന്റെ അംശം എന്ന അർത്ഥത്തിൽ അപ്പ് അധികം മയം, അതായത് അമ്മയം എന്ന് കിട്ടുന്നു. പദ അല്ലെങ്കിൽ കുമിള എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് അമ്മയം. എങ്ങനെ ഈ വാക്കുണ്ടായി? ജലത്തിന്റെ അംശം, ജലമയം എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പ എന്ന് പറഞ്ഞാൽ ജലമാണ്. അപ്പ അധികം മയം അമ്മയം എന്ന് വരുന്നു.
ആദ്യത്തെ വാക്കിന്റെ ഒടുവിൽ പ എന്ന അക്ഷരമാണ്, രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മാ എന്ന അനുനാസികമാണ്. അപ്പൊ ചേർത്ത് എഴുതുമ്പോ പായുടെ സ്ഥാനത്ത് ആര് വരണം? പായുടെ അനുനാസികമായ മാ വരണം. പായുടെ അനുനാസിക വർണ്ണം മായല്ലേ? സംശയമുണ്ടോ? ദാ ഇവിടെ നോക്കിക്കേ, പായുടെ അനുനാസികം ആരാന്ന് നോക്കിക്കേ, മായാണ്. കണ്ടോ? രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മായായതുകൊണ്ടാണ് ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള പ ചേർത്തെഴുത്തിൽ ആരായി മാറിയത്? മായായി മാറിയത്. കണ്ടോ? അനുനാസിക വർണ്ണങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അടുത്തുള്ള ഖരവർണ്ണത്തെ കൂടി ഇടിച്ച് ഷേപ്പ് മാറ്റി അതെന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. ഇതിനെയാണ് എന്തു പറയുന്നത്? അനുനാസികാതിപ്രസരം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസ്സാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം. ഒരു കിടിലം വാക്കാണല്ലേ? നോക്കിക്കേ, സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ചു പ്രവർത്തിക്കാൻ മനസ്സാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവനെ എന്തു വിളിക്കാം? ഓപ്ഷൻ എ പ്രത്യുൽപ്പന്നമതി, ഓപ്ഷൻ ബി പ്രത്യക്ഷവാദി, ഓപ്ഷൻ സി പ്രത്യർത്ഥി, ഓപ്ഷൻ ഡി പ്രത്യുൽഗമനീയ. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രത്യുൽപ്പന്നമതി. പ്രത്യുൽപ്പന്നമതി അതായത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് ഒരു സന്ദർഭത്തെ നേരിടാൻ തക്കതായ ബുദ്ധിയുള്ളവരെയാണ് എന്തു പറയുന്നത്? പ്രത്യുൽപ്പന്നമതികൾ എന്ന് പറയുന്നത്. കേട്ടോ? പരീക്ഷയ്ക്ക് ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഏതാനും ചില ഒറ്റപ്പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രത്യുൽപ്പന്നമതിയെ നമുക്ക് മനസ്സിലായി. അപ്പൊ പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യുൽപ്പന്നമതിയുടെ ബുദ്ധിയെയാണ് പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്നത്. അതായത് സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി, അതിൻ്റെ ഒറ്റപ്പദമാണ് പ്രത്യുൽപ്പന്നമതിത്വം. ഇനി പ്രത്യുദ്ഗമനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേറ്റ് ബഹുമാനിക്കാൻ അർഹമായത്. 2026 2020 വേൾഡ് കപ്പ് അല്ലേ, അതിൽ സഞ്ജു സാംസന്റെ പ്രകടനം എങ്ങനെയുള്ളതാണ്? പ്രത്യുദ്ഗമനീയമാണ് അല്ലേ? എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുവാൻ അർഹമായതാണ്. കിട്ടിയല്ലോ? അടുത്തത് ബുഭുക്ഷു. ആരാ ബുഭുക്ഷു? ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ, വിശപ്പുള്ളവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ബുഭുക്ഷു. അപ്പോ ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബുഭുക്ഷ ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം, അതായത് വിശപ്പിന്റെ പര്യായമാണ് ബുഭുക്ഷ. ബുഭുക്ഷു എന്ന് പറയുമ്പോഴോ ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ. അടുത്ത വാക്ക് നോക്കിക്കേ, ബൗദ്ധികം. ബൗദ്ധികം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി, ബുദ്ധിയെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ബൗദ്ധികം. നമുക്ക് കൂടുതൽ സുപരിചിതം ഇതായിരിക്കും അല്ലേ? ഭൗതികം എന്ന വാക്കായിരിക്കും. ഇത് എന്തിൻ്റെ ഒറ്റപ്പദമാണ്? ഭൂതത്തെ സംബന്ധിച്ചത്, പഞ്ചഭൂതത്തെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ഭൗതികം. അതാണ് ഡെഡ് ബോഡിയെ എന്തു പറയുന്നത്? ഭൗതിക ശരീരം എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ച് കളഞ്ഞ് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കാനുള്ള ശരീരം എന്ന അർത്ഥത്തിലാണ് ഭൗതിക ശരീരം അഥവാ ഡെഡ് ബോഡി എന്ന് പറയുന്നത്. കേട്ടോ? അതുവേ ഇത് റേ, ഇത് ഭൗതികമാണ്, ഇത് ഭൗതികമാണ്. മാറിപ്പോകരുത് കേട്ടോ. രണ്ടും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭൂമിയെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും എഴുതുന്നത് ഭൗമം എന്നാണ്. പക്ഷേ ഭൗമമല്ല, ഭൗമികം എന്നുള്ളതാണ് ഭൂമിയെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം. അപ്പോൾ ഭൗമം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൻ്റെയോ ആകാശത്തിൻ്റെയോ പ്രകാശത്തിൻ്റെയോ പര്യായമായിട്ട് ഉപയോഗിക്കാവുന്ന പദമാണ് ഭൗമം. ഭൗമികം എന്ന് പറഞ്ഞാലാണ് എന്താകുന്നത്? ഭൂമിയെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാകുന്നത്. ഇനി മുമുക്ഷു ആരാണ്? മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു. ആരാണ് യാഥാസ്ഥിതികൻ? നിലവിലുള്ള സ്ഥിതി നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നയാൾ. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? അതും എന്ത് തന്നെയാണ്? യാഥാസ്ഥിതികനാണ്. മാറ്റങ്ങളെ അംഗീകരിക്കാത്തവൻ, കാലഹരണപ്പെട്ടുപോയ ആചാരങ്ങളാണ് ഇപ്പോഴും ജീവിതത്തിന് ആധാരം എന്ന് കരുതി ജീവിക്കുന്നവരെയാണ്
ഇംഗ്ലീഷിൽ ഓർത്തഡോക്സ് എന്നും മലയാളത്തിൽ യാഥാസ്ഥിതികൻ എന്നും പറയുന്നത്. ഇതിന്റെ വിപരീതമാണെന്ത്? ഇതിന്റെ വിപരീതമാണ് ഉത്പതിഷ്ണു. ഉത്പതിഷ്ണു ആരാണ് ഉത്പതിഷ്ണു? മാറ്റത്തെ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഉത്പതിഷ്ണു. അതിന്റെ വിപരീതമാണ് മാറ്റത്തെ ആഗ്രഹിക്കാതെ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ യാഥാസ്ഥിതികൻ എന്ന പദം. കിട്ടിയല്ലോ. അടുത്തത് വിവക്ഷ. വിവക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവക്ഷ പറയുവാനുള്ള ആഗ്രഹമാണ്. വിവക്ഷിതം എന്ന് പറഞ്ഞാലോ പറയാൻ ആഗ്രഹിച്ചത്. വിവക്ഷ പറയാനുള്ള ആഗ്രഹം, വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചത്. കിട്ടിയല്ലോ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒറ്റപ്പദങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ചോദ്യം ഇതാണ്, ശരിയായ വാക്യം കണ്ടെത്താനാണ്. 4 വാക്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, ഈ വസ്തുത പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. ബി, സമ്മേളനത്തിൽ ഏകദേശം 2000-ഓളം പേർ പങ്കെടുത്തു. സി, റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഡി, ഉത്സവാഘോഷങ്ങൾ അതിര് കടക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്യരുത്. ഇതിൽ ഒരു വാക്യം മാത്രമാണ് ശരിയായ വാക്യം. അത് കണ്ടെത്താനാണ് ചോദ്യം. കണ്ടെത്തിയോ? ശരിയായ ഉത്തരം മാർക്ക് ചെയ്തോ? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഇതാണ് ശരിയായ വാക്യം. ബാക്കി 3 വാക്യങ്ങളും തെറ്റാണ്. എന്താണ് അതിലെ തെറ്റ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വസ്തുത പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രത്യേകിച്ച് പറയുന്നതിനെയാണ് എന്തു പറയുന്നത്? എടുത്തു പറയുക എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടി പ്രയോഗിക്കരുത്. ഒന്നുകിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ എടുത്തു പറയാൻ. ഏതെങ്കിലും ഒരു വാക്കേ ഉപയോഗിക്കാവൂ. കണ്ടോ? ഈ വസ്തുത എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിലോ ഈ വസ്തുത പ്രത്യേകിച്ച് പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ എടുത്തു പറയാൻ. അതാണ് 1ാമത്തെ വാക്യത്തിലെ തെറ്റ്. അടുത്തത്, സമ്മേളനത്തിൽ ഏകദേശം 2000-ഓളം പേർ പങ്കെടുത്തു. എന്താണ് ഇതിലെ തകരാറ്? ഏകദേശം എന്ന വാക്കും ഓളം എന്ന വാക്കും രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കരുത്. അപ്രോക്സിമേറ്റ്ലി എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഏകദേശം അല്ലെങ്കിൽ ഓളം. ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി. ഈ വാക്യം 2 തരത്തിൽ ശരിയാക്കാം. എങ്ങനെയൊക്കെയാ? ഒന്നുകിൽ സമ്മേളനത്തിൽ ഏകദേശം 2000 പേർ പങ്കെടുത്തു, അല്ലെങ്കിലോ സമ്മേളനത്തിൽ 2000-ഓളം പേർ പങ്കെടുത്തു. കിട്ടിയല്ലോ. അടുത്ത വാക്യം എന്തായിരുന്നു? ഉത്സവാഘോഷങ്ങൾ അതിര് കടക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്യരുത്. തെറ്റ്. എന്തുകൊണ്ട്? അതിര് കടക്കുക, പരിധി ലംഘിക്കുക രണ്ടിനും ഒരേ അർത്ഥമല്ലേ? ബിയോണ്ട് ദി ബോർഡർ എന്നർത്ഥം വരുന്ന പ്രയോഗമാണ് അതിര് കടക്കുക അല്ലെങ്കിൽ പരിധി ലംഘിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ ഉത്സവാഘോഷങ്ങൾ അതിര് കടക്കരുത്, അല്ലെങ്കിലോ ഉത്സവാഘോഷങ്ങൾ പരിധി ലംഘിക്കരുത്. കിട്ടിയല്ലോ. രണ്ടും കിട്ടി. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പദശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ശരിയായ പദം ഏത്? അഭ്യസ്ത വിദ്യൻ എന്ന വാക്ക് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത്? അഭ്യസ്ത വിദ്യൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അഭ്യസിച്ച വിദ്യയോട് കൂടിയവൻ. ഒരിക്കൽ ഇതിനെ വിഗ്രഹിക്കാനായിട്ട് പരീക്ഷയിൽ ചോദിച്ചിരുന്നു കേട്ടോ. ഘടകപദങ്ങളാക്കുമ്പോഴാണ് അഭ്യസിച്ച വിദ്യയോട് കൂടിയവൻ എന്ന് കിട്ടുന്നത്. ഒറ്റപ്പദമാക്കുമ്പോൾ അഭ്യസ്ത വിദ്യനാണ്. എങ്ങനെയാണ് അഭ്യസ്ത വിദ്യൻ എന്ന് എഴുതേണ്ടത്? ഉത്തരം കിട്ടിയോ? ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഭ്യസ്ത വിദ്യൻ. അതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. അഭ്യസിച്ച വിദ്യയോട് കൂടിയവൻ. അത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില പദങ്ങൾ. അക്ഷന്തവ്യം, ക്ഷമിക്കാനാകാത്തത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം. ഇത് തെറ്റ്. ഇതാണ് ശരിയായ പ്രയോഗം. അക്ഷന്തവ്യം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. അടുത്തത് ആണവായുധം, അറ്റോമിക് വെപ്പൺ എന്നുള്ളതിന്റെ അല്ലെ, അറ്റോമിക് വെപ്പൺ എന്നുള്ളതിന്റെ മലയാളമായിട്ട് എല്ലായിടത്തും എഴുതി കാണാറുള്ളത്, പത്രങ്ങളിലും മറ്റും എഴുതി കാണാറുള്ളത് ആണവായുധം എന്നാണ്. തെറ്റാണ് കേട്ടോ പ്രയോഗം. അണ്വായുധമാണ് ശരി. എന്താണ് കാരണം? ഇത് പിരിച്ചെഴുതുമ്പോൾ അണു അധികം ആയുധം എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ചേർത്തെഴുതുമ്പോൾ എന്താണ് ആ ചേർത്തെഴുത്ത് നിയമം? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്.
ആദ്യത്തെ വാക്ക് ഊ എന്ന ശബ്ദത്തിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ഏതെങ്കിലും ഒരു സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്താൽ, അല്ലേ, ചേർത്തെഴുത്തിൽ ആര് വരും? വാ എന്ന അക്ഷരം വരും എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഇവിടെ അണു എന്ന് പറയുന്നിടത്ത് ഊവിൽ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്ക് ആ എന്ന സ്വരാക്ഷരമാണ്. അതുകൊണ്ട് ചേർത്തെഴുതുമ്പോൾ എന്തു വരണം? വാ എന്ന അക്ഷരം വരണം. വാ എന്ന അക്ഷരം, അല്ലെ, വാ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ്, സിമ്പലാണ് ഏത്? ദാ ഈ കാണുന്ന ചിഹ്നം. അതുകൊണ്ടാണ് ചേർത്തെഴുത്തിൽ എന്തു വന്നത്? അണ്വായുധം എന്ന് വന്നത്. പത്രങ്ങളിൽ അടക്കം ഇത് തെറ്റിച്ചാണ് എഴുതി കാണാറുള്ളത്. ആണവായുധം എന്നൊക്കെ എഴുതി കാണുന്നു, പാടില്ല. അണ്വായുധമാണ് ശരിയായ പ്രയോഗം. അടുത്തത് അധ്യക്ഷം എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല, അല്ലെ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും പ്രയോഗിക്കാറുള്ള ഒന്നാണ് അധ്യക്ഷം. തെറ്റാണ് കേട്ടോ. ആദ്യക്ഷ്യം ആണ് ശരിയായ പ്രയോഗം. അടുത്തത് അനുച്ഛേദം, ആർട്ടിക്കിൾ ആണ്, അല്ലേ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ എന്ന് പ്രയോഗിക്കാറുണ്ട്. അതിന്റെ മലയാളമാണെന്ത്? അനുച്ഛേദം. കിട്ടിയല്ലോ. അടുത്തത് അന്തശ്ചിദ്രം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണല്ലേ. നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ അന്തഛിദ്രം എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടതെന്ന്? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അന്തഛിദ്രം എങ്ങനെയാണ് എഴുതേണ്ടത്? ഇവിടെ ചേർത്ത് എഴുതിയപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർ ഇത് ശരിയാക്കി എന്നൊന്ന് കമന്റ് ചെയ്യണം. ഞാനിവിടെ പിരിച്ചെഴുതാൻ പോകുവാണ്. ഓർക്കുന്നുണ്ടോ? അന്തഹ അധികം ഛിദ്രമാണ്. എന്താ കാരണം? ചേർത്തെഴുതിയപ്പോൾ ശ എന്ന അക്ഷരം ഇവിടെ കണ്ടു. അപ്പൊ തന്നെ എന്തു മനസ്സിലാക്കിക്കൊള്ളുക? അത് വിസർഗസന്ധിയാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ വാക്ക് ച എന്ന അക്ഷരത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചേർത്തെഴുതിയപ്പോൾ വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് ശ എന്ന അക്ഷരം വന്നത്. കിട്ടിയല്ലോ. അടുത്തത് നോക്കിക്കേ, അഭിവാഞ്ച. വാഞ്ച എന്ന വാക്കിന് ആഗ്രഹം എന്നർത്ഥം. അഭിവാഞ്ച എന്ന് പറഞ്ഞാലോ അതിയായ ആഗ്രഹം. അഭിവാഞ്ച അതിയായ ആഗ്രഹം. പലരും എഴുതാറുള്ളത് ഇങ്ങനെയാണ്, ഈ ചായ അല്ല വേണ്ടത് കേട്ടോ. ഞായും രണ്ടാമത്തെ ചായുമാണ് ചേരേണ്ടത്. അഭിവാഞ്ച. അടുത്തത് ആജീവനാന്ത്യം. തെറ്റ്. ജനനം മുതൽ മരണം വരെ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ആജീവനാന്തമാണ് കേട്ടോ. ആജീവനാന്തം. അതുപോലെ എല്ലാവരും തെറ്റിക്കാറുള്ള രസകരമായൊരു വാക്കാണ് ആജാനുബാഹു, അല്ലെ. എല്ലാവരും പറയാറുണ്ട് ഒത്ത വണ്ണവും ഒത്ത പൊക്കവും ഉള്ളവരെ കാണുമ്പോൾ അവന് രാജാനബാഹു ആണ് എന്ന് പറയാറുണ്ട്. പ്രയോഗം തെറ്റ്. ശരിയായ പദം എന്താണ്? ആജാനുബാഹു. കണ്ടോ? ആജാനുബാഹു. എന്താണ് വാക്കിന്റെ അർത്ഥം? ജാനു എന്ന വാക്കിന് കാൽമുട്ട് എന്നാണ് അർത്ഥം. ബാഹു എന്ന വാക്കിന് കൈകൾ അല്ലെങ്കിൽ കൈ എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് ആജാനുബാഹു? കൈക്ക് കാൽമുട്ടോളം നീളമുള്ളവൻ. അറ്റൻഷനായിട്ട് നിൽക്കുമ്പോൾ കൈവിരലിൽ ഏറ്റവും നീളമുള്ള വിരൽ എവിടെ ചെന്ന് നിൽക്കണം? കാൽമുട്ടിൽ ചെന്ന് നിൽക്കണം. അവനെയാണ് എന്തു പറയുന്നത്? ആജാനുബാഹു. ബാഹു കൈകളാണ്, ജാനുക്കൾ കാൽമുട്ടുകളാണ്. കൈക്ക് കാൽമുട്ടോളം നീളമുള്ളവനാണ് ആര്? ആജാനുബാഹു. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, മയിൽ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? മയിലിന്റെ പര്യായമല്ലാത്തത് ഈ തന്നിട്ടുള്ളതിൽ 3 വാക്കുകളും മയിലിന്റെ പര്യായമാണ്, ഒന്നൊഴികെ. ഏതാണത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബർഹിയാണ്, ഓപ്ഷൻ ബി ശിഖി, ഓപ്ഷൻ സി കീരം, ഓപ്ഷൻ ഡി കേഗി. ഇതിലേതാണ് മയിലിന്റെ പര്യായ പദം അല്ലാത്തത്? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കീരമാണ്. കീരം ആരുടെ പര്യായമാണ്? തത്തയുടെ പര്യായമാണ്. അപ്പൊ നമുക്ക് മയിലിന്റെയും തത്തയുടെയും പര്യായ പദങ്ങളൊന്ന് പരിശോധിക്കാം. നോക്കിക്കേ, ശുകം, ശാരിക, കീരം. ഇത് 3 തത്തയുടെ പര്യായ പദങ്ങളാണ്. മയിലിന്റെ പര്യായ പദങ്ങളോ? കേഗി, ബർഹം, ബർഹി, മയൂരം, ശിഖി, സാരംഗം. ഇതൊക്കെ എന്താണ്? മയിലിന്റെ പര്യായ പദങ്ങളാണ്. ഇവിടെ കേഗി എന്ന വാക്ക് വന്നിട്ടുണ്ട്, അല്ലെ. കേഗി. ഇവിടെ ശുഗം എന്ന വാക്കും വന്നിട്ടുണ്ട്. ശുഗത്തിന്റെ ശു മാറിയിട്ട് പി വന്നാൽ അത് പിഗമായി. പിഗം എന്ന് പറഞ്ഞാൽ ആരാണ്? കുയിലിന്റെ പര്യായമാണ് കേട്ടോ. ശുഗം തത്തയാണ്, പിഗം കുയിലാണ് എന്ന കാര്യം മറക്കരുത്. കേഗി മയിലാണ്. ഇനി കുയിലിന്റെ മറ്റു പര്യായ പദങ്ങളോ? കോകിലം, പിഗം, പരഭൃതം, വനപ്രിയം.
പരഭൃതം കുയിലാണ്, പരഭൃത്ത് കാക്കയാണ്. എന്തുകൊണ്ടാണ് കാക്കയെ പരഭൃത്ത് എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം, കുയിൽ മുട്ടയിടുന്നത് എവിടെയാണ്? കാക്കക്കൂട്ടിൽ കൊണ്ടുപോയാണ് മുട്ടയിടുന്നത്. കുഞ്ഞ് വളർന്നൊരു വലുതായി കഴിയുമ്പോഴേ ആ അമ്മയ്ക്ക് എന്ത് മനസ്സിലാകൂ? അത് തൻ്റെ കുഞ്ഞല്ല, അത് കുയിലിൻ്റെ കുഞ്ഞാണ് എന്ന് മനസ്സിലാകൂ, അല്ലേ? അങ്ങനെ ചെയ്യുന്ന ഒരു കളിപ്പീര് പരിപാടി ആർക്കുണ്ട്? കുയിലിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മറ്റൊരുവന്റെ കൂട്ടിൽ ചെന്ന് മുട്ടയിടുന്നത് കൊണ്ടാണ് കുയിലിനെ എന്ത് വിളിക്കുന്നത്? പരഭൃതം എന്ന് വിളിക്കുന്നത്. മറ്റൊരുവന്റെ കുഞ്ഞിനെ വളർത്തി പോറ്റി വലുതാക്കുന്നത് കൊണ്ടാണ് കാക്കയെ എന്ത് വിളിക്കുന്നത്? പരഭൃത്ത് എന്ന് വിളിക്കുന്നത്. കേട്ടോ, പല പരീക്ഷകളിൽ, കേസ് പരീക്ഷയിൽ അടക്കം ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. പരഭൃതം കുയിലാണ്, പരഭൃത്ത് കാക്കയാണ്. പികം കുയിലാണ്, ശുകം തത്തയാണ്, കേകി മയിലാണ്. പക്ഷികളുടെ പര്യായ പദങ്ങൾ നമ്മുടെ പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പര്യായ പദങ്ങൾ സമാന പദങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷികളുടെ പര്യായ പദങ്ങൾ പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ? ഇത്തിരി വലിയ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ശരിയായത് കണ്ടെത്തുക. 2025 ONV പുരസ്കാരം കവി എൻ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻ എ 3 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 4 മാത്രം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതേതാണ് ശരിയായ ഉത്തരം? വീഡിയോ ഒന്ന് പോസ് ചെയ്തോളൂ, എന്നിട്ട് നല്ലതുപോലെ ആലോചിച്ച് ഇതിൽ ശരിയായ പ്രസ്താവന ഏത്, തെറ്റായത് ഏത് എന്ന് കണ്ടെത്തി ശരിയായ ഓപ്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായത്. 2025 ONV പുരസ്കാരം നേടിയത് കവി എൻ പ്രഭാവർമ്മയാണ്. അതുപോലെ ബുക്കർ പ്രൈസ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താഖാണ്. ബാക്കി 2ഉം തെറ്റാണ് കേട്ടോ. മാതൃഭൂമി ലിറ്റററി അവാർഡ് നേടിയത് ആരാണ്? KR മീരയല്ല, അത് സാറ ജോസഫാണ്. പിന്നെ 2024 വയലാർ അവാർഡ് നേടിയത് ആരാണ്? ഹരിശ്രീ അശോകൻ. ഹരിശ്രീ അശോകന് സന്തോഷമായി നമ്മൾ പറഞ്ഞ് പഠിക്കാറുണ്ടല്ലേ. എസ് ഹരീഷിന് 2022, 2023 ശ്രീകുമാരൻ തമ്പി. കണ്ടോ, 2023 ശ്രീകുമാരൻ തമ്പിക്ക്. 2024 ആരാണ്? അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ അവാർഡ് കിട്ടിയത്. അപ്പോൾ 3ാമത്തെ പ്രസ്താവനയും 4ാമത്തെ പ്രസ്താവനയും തെറ്റ്, 1ഉം 2ഉം മാത്രമാണ് ശരി. നമുക്കൊന്ന് നോക്കാം. ഈ വർഷത്തെ, അതായത് ഒടുവിൽ ONV സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് ആരാണ്? പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. 3 ലക്ഷം രൂപയാണ് ONV പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുകയും എത്ര തന്നെയാണ്? 3 ലക്ഷം രൂപയാണ്. പിന്നെ പ്രഭാവർമ്മയെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? കവിതാ സാഹിത്യ രംഗത്ത് നിറസാന്നിധ്യമായ പ്രഭാവർമ്മ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമാണ്. ശ്യാമമാധവം, സാധാരണക്കാർക്കിടയിൽ പ്രഭാവർമ്മ എന്ന പേര് അത്രമാത്രം സുപരിചിതമായി തീർന്നത് എന്തുകൊണ്ടാണ്? ശ്യാമമാധവം എന്ന ഒറ്റ കവിത കൊണ്ടാണ്. കൂടാതെ കനൽ ചിലമ്പ്, രൗദ്രസാത്വികം, അർക്കപൂർണിമ തുടങ്ങിയ കവിതകളിലൂടെയും അദ്ദേഹം പ്രസിദ്ധനായി. 15ലേറെ കാവ്യങ്ങൾ അല്ലെങ്കിൽ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതിൽ ശ്യാമമാധവത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അർക്കപൂർണിമ എന്ന കവിതാ സമാഹാരത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇനി പറയാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട കൃതി രൗദ്രസാത്വികം. ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു ചിത്രം. എന്താണ്? ജ്ഞാനപീഠ പുരസ്കാര കമ്മിറ്റി തന്നെ കൊടുക്കുന്ന മറ്റൊരു പുരസ്കാരമുണ്ട്. ഓൾ ഇന്ത്യ ബേസിൽ കൊടുക്കുന്ന പുരസ്കാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂൾ പ്രകാരം അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം. അതുപോലെ തന്നെ കൊടുക്കുന്ന മറ്റൊരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാൻ 12 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആരിലൂടെ?
പ്രഭാവർമ്മയിലൂടെ. ഏത് കൃതിയിലൂടെ? രൗദ്രസാത്വികം എന്ന കൃതിയിലൂടെ. 33ാമത് സരസ്വതി സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് പ്രഭാവർമ്മയാണ്. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കണ്ടോ, 12 വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് സരസ്വതി സമ്മാനം കടന്നു വരുന്നത്. അധികാരവും രാഷ്ട്രീയവും വ്യക്തിയും രാഷ്ട്രവും കലയും അധികാരവും തമ്മിലുള്ള സംഘർഷം പ്രമേയമാകുന്ന ആഖ്യായിക കാവ്യമാണ്, അല്ലെ? വളരെ നീണ്ട കാവ്യമാണേത്? രൗദ്രസാത്വികം. ഒരു കൃതിയെ പരിഗണിച്ചുകൊണ്ടാണ് സരസ്വതി സമ്മാനം കൊടുക്കുന്നത്. അത് രൗദ്രസാത്വികത്തിന് ലഭിച്ചു. 15 ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 11 ലക്ഷം രൂപയാണ്. സമ്മാനത്തുകയുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനപീഠത്തിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് ഏത് പുരസ്കാരത്തിനുള്ളത്? സരസ്വതി സമ്മാനത്തിനുള്ളത്. പിന്നെ ഇത് കേന്ദ്ര സർക്കാർ അല്ല കൊടുക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിൽ സരസ്വതി സമ്മാനം KK ബിർള ഫൗണ്ടേഷൻ ആണ് കേട്ടോ. പിന്നെ 1991 മുതലാണ് പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. 1991 മുതൽ. പിന്നെ പ്രഥമ പുരസ്കാരം നേടിയത് ആരാ? ഹരിവംശ റായ് ബച്ചനാണ്. ആരാണ് ഹരിവംശ റായ് ബച്ചൻ? ഹിന്ദി സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചന്റെ അച്ഛനാണ് ഹരിവംശ റായ് ബച്ചൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കാണ് പ്രഥമ സരസ്വതി സമ്മാനം ലഭിച്ചത്. ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും മികച്ച ഒരു കൃതിക്കാണ് വർഷം തോറും പുരസ്കാരം കൊടുക്കുന്നത്. ഇനി വീണ്ടും പ്രഭാവർമ്മയിലേക്ക് വന്നാൽ ഒരു കവി എന്ന നിലയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ വ്യക്തിയല്ല പ്രഭാവർമ്മ. പിന്നെയോ ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് 3 തവണ ലഭിച്ചിട്ടുണ്ട്. 2 വട്ടം നാടകഗാനരചനയ്ക്കുള്ള സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെയോ ഫിലിം ഫെയർ നോമിനേഷൻ, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്നിവയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നണി ഗാന രംഗത്ത്, അതായത് സിനിമാ ഗാന രചയിതാവ് എന്ന നിലയിലും കവി എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് പ്രഭാവർമ്മ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ആരാണ്? ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലെ, പലരുടെയും ഫേവറേറ്റ് സോങ്ങുകളുടെ പ്ലേലിസ്റ്റിൽ ഇന്നും ഇടം നഷ്ടപ്പെട്ടിട്ടില്ലാത്തൊരു പാട്ടാണിത്. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലെ, സ്ഥിതി എന്ന സിനിമയിൽ, അല്ലെ, ഗായകൻ ഉണ്ണിമേനോൻ പാടിയ പാട്ട്. അത് എഴുതിയതാരാണ്? നമ്മുടെ പ്രഭാവർമ്മയാണ്. പിന്നെ ഏതു സുന്ദര സ്വപ്നയവനിക എന്നാരംഭിക്കുന്ന നടൻ എന്ന സിനിമയിലെ ഗാനം ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഏനൊരുവൻ എന്നാരംഭിക്കുന്ന ഒടിയൻ എന്ന ചലച്ചിത്രത്തിലെ ഗാനത്തിന്റെ പിന്നിലും ആര് തന്നെയാണ്? കവിയായ പ്രഭാവർമ്മ തന്നെയാണ്. കണ്ടോ, അപ്പോ നിസ്സാരനായൊരു പാട്ടുകാരനല്ല. പിന്നണി ഗാന രംഗത്തും കവിതാ രംഗത്തും അദ്ദേഹം സജീവമാണ്. പിന്നെ ആരാ ഉണ്ടായിരുന്നത്? സാറാ ജോസഫ്. 2024 മാതൃഭൂമി പുരസ്കാരം സാറാ ജോസഫിനാണ് ലഭിച്ചത്. ONV പുരസ്കാരത്തിലെ പോലെ തന്നെ 3 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഏതെങ്കിലും ഒരു കൃതിക്ക് കൊടുക്കുന്ന പുരസ്കാരമല്ല മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. അത് സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അടുത്തത് വയലാർ അവാർഡിലേക്ക് വന്നാൽ 49ാമത് വയലാർ അവാർഡ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചത് 49ാമത്തെ വയലാർ അവാർഡാണ്. അത് നേടിയത് തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ എഴുതിയ E. സന്തോഷ് കുമാറാണ്. വയലാർ അവാർഡ് നേടിയ 4 പേരെ ഓർത്തുവെക്കാനുള്ള എളുപ്പ വഴിയാണ് എന്ത്? ഹരി, ശ്രീ, അശോകന്, സന്തോഷമായി, അല്ലേ? അവസാനത്തെ 4 പേരെ ഓർത്തു വെക്കാനുള്ള എളുപ്പ വഴിയാണ്. ഹരി ആരാ? എസ് ഹരീഷ്. എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് 2022 പുരസ്കാരം ലഭിച്ചത്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2024 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ 2025 49ാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ്? E. സന്തോഷ് കുമാറാണ്. തപോമയിയുടെ അച്ഛൻ. ഓർത്തുവെക്കാനുള്ള എളുപ്പവഴി ഹരി, ശ്രീ, അശോകന്, സന്തോഷമായി. മറ്റൊന്നുകൂടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രഥമ പുരസ്കാരം, അല്ലേ? വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? അങ്ങനെയും പലതവണ ചോദിച്ചിട്ടുണ്ട്. 1977 വയലാർ അവാർഡ് ആദ്യമായി പ്രഖ്യാപിച്ചത്. നേടിയത് ലളിതാംബിക അന്തർജനമാണ്. അവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിക്കുന്നത്. പിന്നെയോ
യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ പല കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നോട്ട് എഴുതി വച്ചിട്ടുണ്ടാകും. പരീക്ഷയുടെ തലേന്ന് ഇതിലൂടെ കടന്നു പോയിട്ടേ പരീക്ഷ എഴുതാൻ പോകാവൂ. നിങ്ങൾ അർഹിക്കുന്ന നല്ലൊരു ശതമാനം മാർക്ക് ഇതിൽ മറഞ്ഞു കിടപ്പുണ്ട്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.